പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ജില്ലാ സെക്രട്ടറി ആക്കിയ ഒരു മന്ത്രി മുൻകൈ എടുത്തിട്ട് ആ ആരോപണം ഉന്നയിച്ചിട്ടാണ് ആ കുടുംബം പോണ്. രക്തസാക്ഷികളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് ആ പൈസ അടിച്ചു മാറ്റുന്ന സ്ഥിതിയിലേക്ക് CPM ഇങ്ങനെ തരം താഴണോ? ഗൗരവമുള്ള കേസല്ലേ? ആ രക്തസാക്ഷിയുടെ അനുജനൊക്കെ വന്ന് സംസാരിച്ചത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് പയ്യന്നൂരിലുണ്ടായത്? ഇതേ സംഭവമല്ലേ? എന്നിട്ട് അവർക്കെതിരായിട്ട് വധഭീഷണിയാണ്. പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കെതിരായി വധഭീഷണിയാണ്. ക്രിമിനലുകൾ ഇറങ്ങി പ്രകടനം നടത്തുവാണ്. കണ്ടീഷണലായിട്ട് പരോളിൽ ഇറങ്ങുന്ന ക്രിമിനൽ കേസിലെ പ്രതി എങ്ങനെയാണ് CPMന്റെ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്? എന്തും നടക്കാമെന്നുള്ള സ്ഥിതിയിലേക്ക് കേരളം പോവാ. അത് സമ്മതിക്കില്ല. പ്രതിപക്ഷത്തിനെതിരെ ഒന്നും പറയില്ല, എനിക്കെതിരെ വ്യക്തിപരമായിട്ട് പറയും. അത് സാരമില്ല. അത് നമ്മള് എങ്ങനെ അത് വ്യക്തിപരമായി എനിക്കെതിരെയല്ലേ, പ്രതിപക്ഷത്തിനെതിരെയല്ല, UDF-നെതിരെയൊന്നും അവർ പറഞ്ഞില്ല. അത് അവർക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കെതിരായിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് മുഴുവൻ എന്നെ ഇഷ്ടമാണെന്നാണ്. എന്നെ ഇഷ്ടമാകത്തില്ലെങ്കിൽ എനിക്കെതിരെ ചിലപ്പോൾ പറയും. വ്യക്തിപരമായിട്ടാണ് എന്നെ വിമർശിച്ചത്. അല്ല, എന്നെ വ്യക്തിപരമായിട്ടാണ് വിമർശിച്ചിരിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെയോ കോൺഗ്രസിനെയോ UDF-നെയോ ഒന്നും അല്ല വിമർശിച്ചത്. എന്നെ വ്യക്തിപരമായിട്ടാണ്. ചിലപ്പോൾ എൻ്റെ സ്വഭാവം ഇഷ്ടമല്ലായിരിക്കും, ചിലപ്പോൾ എന്നെ കാണുന്നത് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. അത് സാരമില്ല. ഞാനത് ക്ഷമിച്ചെന്നേ. ഞാൻ അവരെ തിരിച്ചൊന്നും പറഞ്ഞില്ല, മോശമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവരെന്നെ വിമർശിച്ചു. അങ്ങനെ വിമർശിക്കാൻ പാടില്ലേ? ഞാൻ അതിൽ അസഹിഷ്ണുത കാട്ടണം എന്തിനാ? ഞാൻ എന്നിട്ട് തിരിച്ചു പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവരെല്ലാം നല്ല പ്രായമുള്ള ആളുകളാണ്, വലിയ സ്ഥാനങ്ങളിരിക്കുന്ന ആളാണ്. ഞാൻ അവരെക്കുറിച്ച് മോശമായിട്ട് ഒരു വാക്കും ഞാൻ പറയില്ല, ഒരു വാക്കും പറയില്ല. പക്ഷെ ആര് വർഗീയത പറഞ്ഞാലും ആര് വർഗീയത പറഞ്ഞാലും അത് പറയാൻ പറ്റില്ല എന്ന് പറയും. വർഗീയത പറയാൻ പറ്റില്ല എന്ന് പറയും. അത്രയില്ല, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. പറയട്ടേന്ന്. അത് എന്നെ ഇഷ്ടമല്ലെന്ന്. എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്നുണ്ടോ? നമ്മളെ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത് നമ്മളെ അസഹിഷ്ണുത. നമ്മളൊരാളെ വിമർശിച്ചു, മുഖ്യമന്ത്രിയെ ഞങ്ങളെ എത്ര പ്രാവശ്യം വിമർശിക്കുന്നുണ്ട്, മന്ത്രിമാരെ നമ്മൾ വിമർശിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ആരെങ്കിലും വിമർശിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് എന്താ വിമർശനത്തിൽ അതീതനായിട്ട് ആളാണ്. ഞാൻ അങ്ങനെ അസഹിഷ്ണുതയൊന്നും കാണിക്കില്ല. നമ്മളെ വിമർശിച്ചാൽ നമ്മൾ നോക്കും, ശരിയാണെന്ന് നോക്കും. ഏത് കാര്യത്തിലാണ് വിമർശിക്കണമെന്ന് മനസ്സിലായ കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണെന്ന്, അത്രയേ ഉള്ളൂ. അല്ല, ഇതിപ്പോ അങ്ങനത്തെ കാര്യമൊന്നും അവർ പറഞ്ഞില്ലല്ലോ. അവര് ഞാൻ ശരിയല്ലെന്നല്ലേ പറഞ്ഞില്ല. അത് ഞാൻ എങ്ങനെ കറക്റ്റ് ചെയ്യണത്? അതാണ് വൈരുദ്ധ്യവും വിരോധാഭാസവും എന്നൊക്കെ പറയുന്നത്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച് ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കെതിരായിട്ട് ഒരു അച്ചടക്ക നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് പാർട്ടി നേതാക്കന്മാർ കട്ട് എടുത്തു എന്ന് ആരോപണം ഉന്നയിച്ച പാർട്ടി നേതാവിനെതിരായി നടപടി. ഇതാണ് ഇന്നത്തെ CPM. ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. CPO-നെ അറിയുള്ളൂ. അത് കറക്റ്റായിട്ട് CPO-നെ അറിയുള്ളൂ. ആണ് ഇപ്പോഴത്തെ അതാണ് വൈരുദ്ധ്യാത്മകമാണ് സംഭവം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെടുത്ത് കട്ടെടുത്ത് നടപടി എടുക്കുന്നില്ല, കട്ടത് വിമർശിച്ച. പണ്ട് ഏതാണ്ട് LDF-ന്റെ ഒരു പ്രകടന പത്രിക പണ്ട് ഞാൻ വായിച്ചപ്പോൾ വിസിൽ ബ്ലോവേഴ്സിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അതായത് ഈ വലിയ കളവുകളും കൊള്ളയൊക്കെ നടന്നത് പുറത്തറിയിക്കുന്ന ആളെയാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. ശരിക്കും കുഞ്ഞികൃഷ്ണൻ ഒരു വിസിൽ ബ്ലോവറാണ്. കാരണം അവിടെ നടന്നൊരു കൊള്ള പുറത്തു കൊണ്ടുവന്ന ആളാണ്. വിസിൽ ബ്ലോവറിന് സംരക്ഷണമല്ല, കടക്ക് പുറത്താണ് വിസിൽ ബ്ലോവർ. ആരാ? അതെ, അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ദേശീയ പാർട്ടി ദേശീയ സമിതി ഹൈക്കമാൻഡാണ് അത് തീരുമാനിക്കുന്നത്. MP-മാരുടെ കാര്യമല്ലേ. അവർ മാത്രമല്ല, അവരെല്ലാം വർക്കിംഗ് കമ്മിറ്റി മെമ്പറും മുതിർന്ന നേതാക്കളുമാണ്. കേരള നേതൃത്വം അല്ലാതെ തീരുമാനിക്കുന്നത്.